യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ചു സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹാലേലൂയാ, 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 ഹാലേലൂയാ. ഈശോയെ മഹത്വം സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെ ഈ നിമിഷം സമർപ്പിക്കുന്നു, സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ 43, 5, 6 വചനത്തിലൂടെ ഈശോയെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. സക്രിയ 2:5 അഗ്നി കൊണ്ടും ഈശോയെ, സക്രിയ 9:8 ഈശോയെ അങ്ങ് കാവൽ നിൽക്കണമെന്നും 2 മക്കബായ 8:18 പ്രത്യാശയോടുകൂടി അങ്ങയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ജോബ് 1:10 ഈശോയെ സുരക്ഷിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 147:13 ഈശോയെ കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കണമേ. ഹാലേലൂയാ, ഹാലേലൂയാ. തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. എഫേസസ് 1:7 റോമ 3:24-25 വചനത്തിലൂടെയും ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21, 1 പത്രോസ് 1:18-19, വെളിപാട് 12:11 ഈശോയെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ, സംരക്ഷിക്കണമേ. ആബാപിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 വലയം ചെയ്യണമേ. യോഹന്നാൻ 8:12 ഈശോയുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ. 10:17 അനുഗ്രഹിക്കണമേ. ബാറൂക്ക് 4:1-2, വെളിപാട് 12:1-2 അമ്മമാതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെബ്രായർ 1:7 എല്ലാ സ്വർഗീയ ദൂതന്മാരുടെയും ഈശോയെ പ്രകാശത്താൽ പ്രത്യേകമായിട്ട് വിശുദ്ധ മിഖായേലിന്റെയും വിശുദ്ധ റഫായേലിന്റെയും വിശുദ്ധ ഗബ്രിയേലിന്റെയും പ്രകാശത്താൽ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊളോസ്സോസ് 2:5 എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈശോയെ നിമിഷം ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് ആന്റണിയോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് ജോണിനോട് ചേർന്ന് ഈശോയെ നിമിഷം സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. സെയിന്റ് പോളിനോട് ചേർന്ന് ഈശോയെ ഈ നിമിഷം സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് സിപ്രിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് ജോൺ പോൾ സെക്കൻഡിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് ബെനഡിക്റ്റിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് ജോൺ മരിയ വിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. സെയിന്റ് പാദ്രി പിയോനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയ. സെയിന്റ് അൽഫോൺസ് ലിഗോരിയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ബ്ലെസ്സഡ് ആൻ കാതറിൻ എമർക്കിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. വെനറബിൾ ലൂയിസ പിക്കാർത്തയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കാവൽ മാലാഖയോട് ചേർന്ന് മത്തായി 8:11 ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഏശയ്യാ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 16:19, യോഹന്നാൻ 20:23, മത്തായി 8:16, എഫേസസ് 6:17, സങ്കീർത്തനം 107:20, ലൂക്ക 10:19, മർക്കോസ് 16:16, 17, 18 വചനത്തിന്റെ എല്ലാ യോഗ്യതകളിൽ നിന്നുകൊണ്ടും ഹാലേലൂയ, ഹാലേലൂയ, അധികാരത്തിൽ നിന്നുകൊണ്ടും ഹാലേലൂയ, ഹാലേലൂയ, അവിടുത്തെ നാമത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഫിലിപ്പിയർ 2:9-11 വരെയുള്ള വചനത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അവിടുത്തെ നാമത്തിന് അധികാരമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ 4:12 റോമ 10:13 അപ്പോസ്തലന്മാരുടെ 2:21 ജോയൽ 2:32 ഈശോ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. 1 കൊരിന്തോസ് 1:10 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഹാലേലൂയ, ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ
എല്ലാ അധികാരത്തിൽ നിന്നുകൊണ്ടും ഈശോയെ മർക്കോസ് 3:14-15 വചനത്തിലൂടെയും ലൂക്ക 9:1-2 1 യോഹന്നാൻ 3:8 ഈശോയെ കൃപയിൽ നിന്നുകൊണ്ട് ഈശോയെ ഈ മക്കളുടെയും ഇവരുടെ ബന്ധുക്കളുടെയും ഇവരുടെ സുഹൃത്തുക്കളുടെയും ഇവരുടെ തലമുറകളുടെ മേലും സ്വാധീനിക്കുന്ന എല്ലാ തരത്തിലുള്ള അരൂപികളെയും ഈശോയെ എഫേസസ് 2:2, എഫേസസ് 5:6, ഏഷ്യ 30:1, നിയമാവർത്തനം 21:20 എല്ലാ തരത്തിലുള്ള അനുസരണക്കേടിന്റെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റോടെ കാലങ്ങളായി വിട്ടുപോകാത്ത അരൂപികള് ബാറൂക്ക് 4:35, എഫേസസ് 3:5 തലമുറകളിലൂടെ കടന്നു വന്നിട്ടുള്ള അരൂപികള് സങ്കീർത്തനം 51:5, 1 പത്രോസ് 1:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ ഇവരായിരിക്കുന്ന പ്രദേശത്തിലുള്ള ടെറിട്ടോറിയൽ സ്പിരിറ്റ്സിനെ ദാനിയേൽ 10:13 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസിയ 4:12, 1 യോഹന്നാൻ 2:15-16 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനം 1:16 സങ്കീർത്തനം 22:20 സങ്കീർത്തനം 22:16 എല്ലാ തരത്തിലും അധർമ്മികളുടെ സ്വാധീനങ്ങളെ ഇവരുടെ ആത്മീയ വളർച്ച, കൃപയുള്ള വളർച്ച തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈശോയെ വലയം ചെയ്യുന്ന അധർമ്മികളുടെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തരത്തിലും വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷത്തിന്റെ അരൂപികള് ഹെബ്രായർ 12:14-15 വചനത്തിലൂടെ, അപ്പസ്തോലന്മാർ 8:23 എഫേസസ് 4:31 കൊളോസസ് 3:8 സങ്കീർത്തനം 109 3-8 വരെയുള്ള വചനത്തിലൂടെയും 1 യോഹന്നാൻ 3:12-15 വരെയുള്ള വചനത്തിലൂടെ, ഉൽപ്പത്തി 4:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആശയക്കുഴപ്പത്തിന്റെ അരൂപികള് യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമം. ഏഷ്യ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിദ്രാലസ അരൂപികൾ ഏഷ്യ 29:10 റോമ 11:8 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഏഷ്യ 56:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള മന്ത്രവാദങ്ങളുടെ അരൂപികള് ഏഷ്യ 34:14 നിയമാവർത്തനം 18:1-4 വരെയുള്ള വചനത്തിലൂടെ, നിയമാവർത്തനം 18:9-12 വരെയുള്ള വചനത്തിലൂടെ, ലേവ്യർ 19:31 ലേവ്യർ 20:6-8 വരെയുള്ള വചനത്തിലൂടെ, എസെക്കിയേൽ 13:20 നിയമാവർത്തനം 13:1-3 വരെയുള്ള വചനത്തിലൂടെ, ഏഷ്യ 8:19 ലേവ്യർ 20:29 യേശുനാമത്തിൽ, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വ്യർത്ഥ ഭാഷണത്തിന്റെ രൂപീകൾ എഫേസസ് 5:4, പ്രഭാഷകൻ 19:6, 2 തിമോത്തി 2:16, യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈ ലോകത്തിന്റെ ദേവന്റെ അന്ധകാര ശക്തികൾ 2 കൊരിന്തോസ് 4:4 ജ്ഞാനം 2:21 റോമ 1:21 ബുദ്ധി അന്ധകാരത്തിലേക്ക് നയിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളെ എഫേസസ് 4:17-18 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിദ്രയുടെ സമയത്ത്, ഉറക്ക സമയത്ത് ഈശോയെ ശത്രു വിതയ്ക്കുന്ന എല്ലാ തരത്തിലുള്ള അരൂപികള് മത്തായി 13:25 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. മത്തായി 15:13 പിഴുതുകളെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 18:10-12 വരെയുള്ള വചനത്തിലൂടെ എല്ലാ സ്വാധീനങ്ങളും വിച്ഛേദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോലന്മാരുടെ 16:16 ജെറമിയ 14:14 എസെക്കിയേൽ 22:28 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസസ് 6:9-11 വരെയുള്ള വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യോഹന്നാൻ 8:44 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ചിന്തകളെ വ്യതിചലിപ്പിക്കുന്ന അരൂപികള് 2 കൊരിന്ത്യർ 11:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള മിഥ്യാബോധത്തിന്റെ അരൂപികള് 2 തെസ്സലോനിക്ക 2:11 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. എല്ലാ തരത്തിലുള്ള ആത്മീയ വളർച്ച, കൃപയിലുള്ള വളർച്ച, സാമ്പത്തിക വളർച്ച തടസ്സപ്പെടുത്തുന്ന ഗൂഢാലോചനകളുടെ അരൂപികള് ഏശയ്യ 8:10 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെ, നാഹൂം 1:9 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ഗലാത്യ 1:6-7 വചനത്തിലൂടെയും 2 കൊരിന്ത്യർ 11:4-5 വചനത്തിലൂടെയും 2 തിമോത്തി 6:3-4 വചനത്തിലൂടെയും ഗലാത്യ 2:6-ലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കൊളോസസ് 2:8-ലൂടെയും 1 തിമോത്തി 6:20-21 വചനത്തിലൂടെയും എബ്രായർ 13:9-ലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഫിലിപ്പിയർ 3:19-ലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഏശയ്യ 28:7, ഏശയ്യ 5:11, ഏശയ്യ 5:22, ഏശയ്യ 5:12, ലൂക്ക 21:34, റോമ 13:13, എസെക്കിയേൽ 23:42 എല്ലാ തരത്തിലും മദ്യപാനത്തിന്റെ അരൂപിയിൽ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. എല്ലാ തരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിലൂടെ കടന്നു വരുന്ന അരൂപികള് ജ്ഞാനം 4:12-ലൂടെയും സങ്കീർത്തനം 50:18, 1 കൊരിന്ത്യർ 15:33-ലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. മഹത്വം, 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 മഹത്വം അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ. ഈശോയെ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ, അവിടുത്തെ കൃപയാൽ നയിക്കണമേ. ഹാലേലൂയ. റോമ 5:5 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. സക്രിയ 12:10 കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം 7:7 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കൊളോസോസ് 4:3-ലൂടെ ഈശോയെ വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് ഓരോ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രൈസ് യു ജീസസ്. മഹത്വം, 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 മഹത്വം അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ആരാധന, മഹത്വം, 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 മഹത്വം അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യ 66:2. ഏശയ്യ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഗലാത്യ 5:18. ഗലാത്യ 5:18. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. റോമ 8:14. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇന്ന് നാം ധ്യാനിക്കുക ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. വലിയൊരു വാഗ്ദാനമാണ് പ്രവാചകരിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എല്ലാവരുടെ മേല് ആത്മാവിനെ വർഷിക്കുമെന്ന്.
ജോയൽ 2:28. ജോയൽ 2:28. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ഏശയ്യ 44:3. യേശയ്യ 44:3. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ആത്മാവിനെ വർഷിക്കുമ്പോൾ നമ്മളിൽ ഒരു പുതിയ ചൈതന്യമാണ് നിക്ഷേപിക്കപ്പെടുക. എസെക്കിയേൽ 36:26. എസെക്കിയേൽ 36:26. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസഹൃദയം നൽകും. പുതിയ ചൈതന്യം നമുക്ക് ലഭിക്കുമ്പോൾ നാം എന്താ പറയാ? കർത്താവിൻ്റെതാണെന്നാണ് നമ്മൾ പറഞ്ഞു പോകും. പുതിയ ചൈതന്യം ലഭിക്കുമ്പോഴും ആ ചൈതന്യത്താൽ നയിക്കപ്പെടുമ്പോഴാണ് ഞാൻ അവിടത്തേതാണ് പറയാൻ സാധിക്കുക. ഏശയ്യ 44:5. യേശയ്യ 44:5. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിന്റെ നാമം സ്വീകരിക്കും. മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന് പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. ദൈവസ്നേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്, നീ എന്റേതാണെന്ന്. അത് നാം വായിക്കുന്നത് ഏശയ്യ 43:1. യേശയ്യ 43:1. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഈ സ്നേഹം നമ്മുടെ ആത്മാവ് സ്വീകരിച്ച് നയിക്കപ്പെടുമ്പോഴാണ്, അവിടുത്തെ സ്വന്തമായി കഴിയുമ്പോഴാണ് ഞാൻ അവിടത്തേതാണെന്ന് ഏതവസ്ഥയിലും പറയാൻ സാധിക്കുക. ജ്ഞാനം 15:1-2. ജ്ഞാനം 15:1-2 തിരുവചനങ്ങൾ. ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. പൗലോസ്ലീഹായി ഈ അനുഭവത്തിലൂടെ കടന്നുപോയതാണ്. കാരണം നമുക്ക് ഫിലിപ്പിയ 3:12 വായിക്കാൻ സാധിക്കുക. ഫിലിപ്പി 3:12. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തു നമ്മെ സ്വന്തമാക്കുമ്പോഴാണ് നാം പുതിയ സൃഷ്ടികളായി മാറുന്നതും പഴയതെല്ലാം കടന്നുപോയി പുതിയ ചൈതന്യം നമ്മളിലേക്ക് വരുന്നത്. 2 കൊരിന്തോസ് 5:17. 2 കൊരിന്തോസ് 5:17. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കർത്താവെ എന്ന് ഏറ്റുപറയാൻ സാധിക്കുന്നത് ആത്മാവ് മുഖാന്തരമാണെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുക. 1 കൊരിന്തോസ് 12:3. 1 കൊരിന്തോസ് 12:3. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്നൊരിക്കലും പറയുകയില്ലെന്നും
യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി 16:17. മത്തായി 16:17. യേശു അവനോട് അരുളി ചെയ്തു, യോഹന്നായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്നായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും. ഒരു തരത്തിലുള്ള അടിമത്തത്തിലും പോകാതെ ആത്മനിയന്ത്രണത്തിലേക്കും കടന്നു വരിക. 2 കൊരിന്തോസ് 3:17. 2 കൊരിന്തോസ് 3:17. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഗലാത്യ 5:1. ഗലാത്യ 5:1. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിരന്തരം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഈ ഒരു ആശീർവാദമാണ് പൗലോസ്ലീഹായുടെ എല്ലാ ലേഖനങ്ങളും അവസാനിക്കുമ്പോഴും ഇന്ന് ജീവിക്കുന്ന കർത്താവ് നമ്മെ കുർബാനയിലൂടെ ആശീർവദിക്കുന്നതും അങ്ങനെയാണ്. 2 കൊരിന്തോസ് 13:13. 2 കൊരിന്തോസ് 13:13. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സഹവാസം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധമാണ്. ഈ വ്യക്തിയിൽ ഒത്തിരിയേറെ സ്നേഹമാണ് നിറഞ്ഞിരിക്കുന്നത്. ആ സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കാണ് നാം വളരുന്നത്. നാം ആരും ജനിച്ച അന്ന് തന്നെ നടക്കുന്നില്ല. നടക്കാൻ നമ്മെ ആരൊക്കെയോ നയിക്കുമ്പോഴാണ്, ആത്മാവിൽ ജനിച്ച് നയിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ ഈ വ്യക്തിയുടെ സ്നേഹം നാം പ്രത്യേകമായിട്ട് കാണണം. റോമ 15:30. റോമ 15:30. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ആത്മാവിന്റെ സ്നേഹത്തിന്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കണം. ഈശോ സഹായകനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുക. യോഹന്നാൻ 14:16. യോഹന്നാൻ 14:16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. സ്നേഹമുള്ള ഒരു ആളല്ലേ നമ്മെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. സ്നേഹം അതിന്റെ പൂർണ്ണതയിലല്ലേ നാം വിട്ടുപോകുന്ന കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുക. ഇത് നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്നതാണ്. പരിശുദ്ധാത്മാവ് അത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ചെയ്യുന്നത്. ആണ് നാം യോഹന്നാൻ 14:26 വായിക്കുന്നത്. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നെഹെമിയ 9:20. നെഹെമിയ 9:20. അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു, മന്നായും ദാഹജലവും തുടർന്നു നൽകി. ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നത് സ്നേഹം നിറഞ്ഞ പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ 15:26. യോഹന്നാൻ 15:26. ഞാൻ പിതാവിന്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ
പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. അപ്പസ്തല നടപടി 5:32. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:32. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. നാം ദൈവമക്കളാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവാണ്. റോമ 8:16. റോമ 8:16. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ഓരോ സമയത്തും എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവാണ് ഇങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അത്രയും സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ലൂക്ക 12:12. ലൂക്ക 12:12. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ആ ആത്മാവ് തന്നെ നമ്മളിലൂടെ സംസാരിക്കുകയും ചെയ്യും. മത്തായി 10:20. മത്തായി 10:20. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ഇത്രയും സ്നേഹമുള്ള പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നാണ് വചനം പഠിപ്പിക്കുക. നാം എത്ര തവണയാണ് ഈ പരിശുദ്ധാത്മാവിനെ അവഗണിച്ച് വേദനിപ്പിച്ചിട്ടുള്ളത്? നമ്മ ഒരാള് അവഗണിച്ചാൽ നാം വേദനിക്കില്ലേ? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതോ? എഫേസോസ് 4:30. എഫേസോസ് 4:30. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നമുക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ആഴമായ കാര്യങ്ങൾ അന്വേഷിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. 1 കൊറിന്തോസ് 2:9 മുതൽ 12 വരെയുള്ള വചനത്തിൽ 1 കൊരിന്തോസ് 2:9 മുതൽ 12 വരെ തിരുവചനങ്ങൾ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ചു കണ്ടെത്തുന്നു. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ ആരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. നമ്മെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ഈ സ്നേഹമുള്ള പരിശുദ്ധാത്മാവാണ്. എഫേസോസ് 1:17. എഫേസോസ് 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. പൂർണ്ണമായ അറിവാണ് പൂർണ്ണമായ സത്യത്തിലേക്ക് എത്തിക്കുന്നത്. യോഹന്നാൻ 16:13. യോഹന്നാൻ 16:13. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഏശയ്യ 11:2. ഏശയ്യ 11:2. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. സ്നേഹമുള്ള ആത്മാവിനെ നിഷേധിക്കാനും
അതിന് ഭിന്നമായിട്ട് പോകാനായിട്ട് കാരണമാകുന്നത് ലോകത്തിന്റെ ആത്മാവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ്. ലോകത്തിന്റെ ആത്മാവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ അതിന്റെ അധികാരിയുടെ അധീനതയിലേക്കാണ് കടക്കുന്നത്. ആ അധികാരിക്ക് യേശുവിന്റെ മേൽ അധികാരമില്ല, പക്ഷേ ആ അധികാരി സ്വീകരിക്കുന്നവർക്ക് അതിന്റെ സ്വാധീനങ്ങൾ ഉണ്ടാകും. യോഹന്നാൻ 14:30. യോഹന്നാൻ 14:30. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എന്റെ മേൽ അധികാരമില്ല. യോഹന്നാൻ 12:31. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. യോഹന്നാൻ 16:11. യോഹന്നാൻ 16:11. ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. 1 യോഹന്നാൻ 5:19. 1 യോഹന്നാൻ 5:19. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ദുഷ്ടന്റെ ശക്തി വലയമുണ്ട്. ഈശോയുടെ സാന്നിധ്യം, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, ഇതാണ് നമ്മെ ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോവുകയുള്ളൂ. 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4:4. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ലോകത്തിലുള്ളവൻ തരുന്നത് അസത്യങ്ങളാണ്. റോമ 1:18. റോമ 1:18. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. അസത്യത്തോട് ചേരുമ്പോൾ സത്യമായ പ്രകാശം കാണാൻ പറ്റാത്ത വിധത്തിൽ ഈ ലോകത്തിന്റെ ദേവൻ അവരെ സ്വാധീനിക്കാൻ തുടങ്ങി. 2 കൊരിന്തോസ് 4:4. 2 കൊരിന്തോസ് 4:4. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ദൈവത്തിന്റെ മഹത്വം ദൃശ്യമല്ലാതെ വരുമ്പോൾ ദൃശ്യമായ സൃഷ്ടികളിലേക്ക് കടക്കുകയാണ് മനുഷ്യൻ. ജ്ഞാനം 13:2-3. ജ്ഞാനം 13:2-3 തിരുവചനങ്ങൾ. അഗ്നി, വായു, കാറ്റ്, നക്ഷത്രവലയങ്ങൾ, ശോഭിച്ച സമുദ്രം, ആകാശ തേജസ്സുകൾ, ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി അവർ കരുതി. അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് മനുഷ്യൻ അവയെ ദേവന്മാരായി സങ്കല്പിച്ചെങ്കിൽ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവയുടെ കർത്താവെന്ന് അവർ ഗ്രഹിക്കട്ടെ. സൗന്ദര്യത്തിന്റെ സൃഷ്ടാവാണ് അവയുണ്ടാക്കിയത്. സൃഷ്ടാവിനെ മറക്കുമ്പോൾ സൃഷ്ടികളായിട്ടുള്ള ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലേക്കും അതിന്റെ പ്രീതിയും അതിൽ നിന്ന് കിട്ടാവുന്ന ഏതെങ്കിലും ഈ ലോകത്തിന്റെ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ അതിനെ പൂജിക്കുന്നതോടൊപ്പം ആ പൂജന വിധികളുടെ പരിണത ഫലമായിട്ട് പിന്നെ ദൃശ്യമായ മനുഷ്യരിലേക്കും ആ ഒരു പ്രവണത കടന്നുപോകും. അതാണ് ജ്ഞാനം 13:7 നാം വായിക്കുക. ജ്ഞാനം 13:7.
അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തില് ആത്മാർത്ഥമായ ദൈവബന്ധം ഉണ്ടാവില്ല. ബാഹ്യമായി എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടാകാം, പക്ഷെ ദൈവമായി ബന്ധം ഉണ്ടാകണമെന്നില്ല. അതാണ് യാക്കോബ് 4:4 നാം വായിക്കുന്നത്. യാക്കോബ് 4:4 വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. റോമ 8:7 റോമ 8:7 ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ആ ഒരു അവസ്ഥയിലാണ് ആത്മാവിനാൽ നയിക്കപ്പെടാതെ ലോകത്താൽ നയിക്കപ്പെടുമ്പോൾ, പഴയ മനുഷ്യനാൽ നയിക്കപ്പെടുമ്പോൾ ജഡം നിയന്ത്രിക്കുന്നത്. റോമ 7:15 റോമ 7:15 ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഗലാത്യ 5:17 ഗലാത്യ 5:17 എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. യാക്കോബ് 4:1 യാക്കോബ് 4:1 നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത്? യാക്കോബ് 3:16 യാക്കോബ് 3:16 എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. ആത്മാവുള്ളോടത്ത് ക്രമക്കേടുണ്ടാവില്ല. 1 കൊരിന്തോസ് 14:39 അവസാനത്തെ വരി. 1 കൊരിന്തോസ് 14:39 എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുവിൻ. ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത് അങ്ങനെയാണ്. ജ്ഞാനം 8:1 ജ്ഞാനം 8:1 ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. സഹവാസം നാം വളരെയധികം ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവായിട്ടുള്ള സഹവാസം. കാരണം ഈ സഹവാസത്തിലാണ് സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആന്തരിക പ്രേരണ ഉണ്ടാകുന്നു. ഗലാത്യ 4:6 ഗലാത്തി 4:6 നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. റോമ 8:15 റോമ 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സഹവാസം വലിയ അവകാശങ്ങളാണ് നമുക്ക് നൽകുന്നത്. എസെക്കിയേൽ 46:16-17 എസെക്കിയേൽ 46:16-17 തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രാജാവ് തന്റെ പുത്രന്മാരിൽ ആർക്കെങ്കിലും
തന്റെ പൈതൃകാവകാശത്തിൽ നിന്നൊരു സമ്മാനം കൊടുത്താൽ അതവന്റേതായിരിക്കും. അതവന് പൈതൃക സ്വത്തായിരിക്കും. അവൻ തന്റെ പിതൃസ്വത്തിൽ നിന്ന് തന്റെ ദാസന്മാരിൽ ഒരുവന് ഒരു സമ്മാനം കൊടുത്താൽ വിമോചന വർഷം വരെ അത് അവന്റേതായിരിക്കും. അതിനുശേഷം അത് തിരികെ കൊടുക്കണം. രാജാവിന്റെ പിതൃസ്വത്തിൽ നിന്നുള്ള സമ്മാനം അവന്റെ പുത്രന്മാർക്ക് മാത്രമാണുള്ളത്. സഹവാസത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മിലിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതാണ്. റോമ 8:26. റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എല്ലാ വിശുദ്ധർക്കും വേണ്ടി ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റും. എഫേസൂസ് 6:18. എഫേസൂസ് 6:18. നിങ്ങൾ അപേക്ഷകളോടും യാചനയോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാന്തമുണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതരത്തിൽ എപ്പോഴും പരിശുദ്ധൻ 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 എന്നിങ്ങനെ നിർത്താതെ ഇടവിടാതെ പറയുന്ന ഒരു ജീവിതശൈലി, മാലാഖമാർക്ക് ഒത്തൊരു ജീവിതശൈലി. വെളിപാട് 4:8. വെളിപാട് 4:8. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം, ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപ്പകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്നേഹമുള്ള സഹവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി സമർപ്പിച്ചാൽ നാം എവിടേക്കാണ് പോകേണ്ടത്, എവിടേക്ക് പോകേണ്ട എന്നെല്ലാ തീരുമാനങ്ങളും പരിശുദ്ധാത്മാവ് ഉചിതമായിട്ട് നമുക്ക് എടുത്തു തരും. അപ്പസ്തോല നടപടി 16:6 മുതൽ 8 വരെയുള്ള വചനത്തിൽ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:6 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. മീസിയായ്ക്ക് അടുത്ത് വന്നപ്പോൾ വിതീനിയായിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. എങ്കിലും യേശുവിന്റെ ആത്മാവ് അതിനനുവദിച്ചില്ല. തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. സഭയില് പരിശുദ്ധാത്മാവിന് വലിയ അധികാരമാണുള്ളത്. തെരഞ്ഞെടുപ്പുകളെല്ലാം പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. അപ്പസ്തോല നടപടി 13:2. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:2. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. സഭയില് നല്ല ഇടയന്മാരുണ്ടാവാൻ വേണ്ടിയിട്ട് ജെറമിയ 3:15 ചൈതന്യമുള്ള ഇടയന്മാരുണ്ടാവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് തീവ്രമായി പ്രാർത്ഥിക്കണം. ജെറമിയ 3:15. എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. അപ്പസ്തോല നടപടി 20:28. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:28. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത
ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ സഹവാസത്താൽ മുന്നേറുമ്പോൾ നമ്മളിലെ ആന്തരിക മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കും. 2 കൊരിന്തോസ് 4:16. 2 കൊരിന്തോസ് 4:16. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. എഫേസൂസ് 3:16. എഫേസൂസ് 3:16. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാവുമ്പോഴാണ് ക്രിസ്തു സ്വഭാവങ്ങൾ നമ്മളിൽ കാണാൻ തുടങ്ങും. അതിനെയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഗലാത്യ 5:22, 23. ഗലാത്തി 5:22, 23 തിരുവചനങ്ങൾ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. സ്നേഹമുള്ളിടത്ത് ഭയമില്ല എന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെയാണ് ധൈര്യത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ശക്തിയുടെയും ആത്മാവിനെയാണ് നമുക്ക് ദൈവം തരുന്നത്. 2 തിമോത്തി 1:7. 2 തിമോത്തി 1:7. എന്തെന്നാൽ വീരത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. റോമ 8:14-15. റോമ 8:14-15 തിരുവചനങ്ങൾ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം എപ്പോഴും ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. നാം എല്ലാവരും ബന്ധങ്ങൾ ഉള്ളവരാണ്. ബന്ധങ്ങൾ വളരുന്നത് ആരോ ആയിട്ടാണ് നമുക്ക് ബന്ധമുള്ള ആ വ്യക്തിയായിട്ടുള്ള നിരന്തരമായ സമ്പർക്കത്തിലൂടെയാണ്. അത് ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ വളരെ ആഴമായ ഒരു സ്നേഹവും ബന്ധമൊക്കെ ഉണ്ടാവും. ആ ബന്ധമാണ് നമ്മെ ഏറ്റവും അവസാനം നാം എല്ലാവരും വചനത്തിൽ കേൾക്കുന്നതാണ്. അവിടുന്ന് വസിക്കുന്നത് നമ്മിലാണ്. വ്യക്തിയാണ് വസിക്കുന്നത്. വ്യക്തി വസിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. ആ വ്യക്തിയുടെ പ്രത്യേകതകളാണിതെല്ലാം. 1 കൊരിന്തോസ് 3:16. 1 കൊരിന്തോസ് 3:16. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? 1 കൊരിന്തോസ് 6:19. 1 കൊരിന്തോസ് 6:19. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. എസെക്കിയേലിന്റെ പുസ്തകത്തില് 47-ാം അധ്യായത്തില് ഒരു ദേവാലയത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നിന്ന് ഒഴുകുന്ന
ജലത്തെക്കുറിച്ചും പറയുന്നുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെ ആയിട്ടുണ്ടോ? നമ്മളും ദൈവത്തിന്റെ ആലയല്ലേ? എസെക്കിയേൽ 47:5. എസെക്കിയേൽ 47:5. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത്ര ശക്തമായിട്ട് നമ്മളിലുണ്ടോ? സങ്കീർത്തനം 46:4. സങ്കീർത്തനങ്ങൾ 46:4. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. യോഹന്നാൻ 7:38-39. യോഹന്നാൻ 7:38-39 തിരുവചനങ്ങൾ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ജോബ് 29:19. ജോബ് 29:19. എന്റെ വേരുകൾ നീരുറവകളിൽ എത്തിയിരിക്കുന്നു. രാത്രി മുഴുവൻ എന്റെ ശാഖകളിൽ മഞ്ഞുതുള്ളികൾ പൊഴിയുന്നു. സങ്കീർത്തനം 1:3. സങ്കീർത്തനങ്ങൾ 1:3. നീർച്ചാലരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ഉൽപ്പത്തി 49:22. ഉൽപ്പത്തി 49:22. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിന്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു. ഇങ്ങനെ പടരുന്ന വിധത്തിലുള്ള ഒരു സാക്ഷ്യത്തിന്റെ ജീവിതത്തിനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മിലായിരിക്കുക. ജോബ് 29:20. ജോബ് 29:20. എന്റെ മഹത്വം എന്നും പുതുമ നശിക്കാത്തതും എന്റെ വില്ല് എന്റെ കയ്യിലെന്നും പുതിയതുമാണ്. വെളിപാട് 22:2. വെളിപാട് 22:2. നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവവചനം സംഗ്രഹിച്ചത് എവിടെ പറഞ്ഞാലും ഭാഷയുണ്ടാവണമെന്നില്ല, പാണ്ഡിത്യമുണ്ടാവണമെന്നില്ല. പക്ഷെ ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ശ്രവിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കും. അപ്പസ്തോല നടപടി 10:44. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. എസെക്കിയേൽ 2:2. എസെക്കിയേൽ 2:2. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവെന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നമ്മുടെ എല്ലാ ബന്ധങ്ങളിലേക്കും ദൈവാത്മാവിന്റെ സൗഹാർദ്ദം, ദൈവാത്മാവിനാൽ ആനന്ദത്തിലേക്ക്
സമാധാനത്തിലേക്ക് എല്ലാം നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്വന്തമാകുമ്പോഴാണ്. മാതാവ് പരിശുദ്ധാത്മാവിന്റെ സ്വന്തമായിരുന്നു. ലൂക്ക 1:41. ലൂക്ക 1:41. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പരിശുദ്ധാത്മാവിന്റെ സഹവാസമുള്ളവരാകുവാനും ആ സഹവാസത്തിന്റെ ഫലങ്ങൾ നിറയാനും പങ്കുവെക്കുന്നതിനായിട്ടുള്ള തീവ്രമായ ആഗ്രഹമുണ്ടാകാനും ആ ആഗ്രഹത്താൽ മുന്നേറാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.